ടോപ്പ് ട്യൂഷന്റെ ബയോളജി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വൈ ആർ ബ്രയോഫൈറ്റ്സ് കോൾഡ് ദ ആംഫിബിയൻസ് ഓഫ് ദി പ്ലാന്റ് കിങ്ഡം? എന്തുകൊണ്ടാണ് ബ്രയോഫൈറ്റ്സിനെ പ്ലാന്റ് കിങ്ഡത്തിലെ ആംഫിബിയൻ ആണെന്ന് പറയാൻ കാരണം? ഇപ്പൊ ബ്രയോഫൈറ്റ്സ് വന്നിട്ട് ലാൻഡിലാണ് ജീവിക്കുന്നതെങ്കിലും അതിന്റെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് വാട്ടർ അത്യാവശ്യമാണ്. അപ്പൊ ഇത് വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് മെയിൽ ഗാമേറ്റ്സിന് വാട്ടറിലൂടെ സ്വിം ചെയ്തിട്ട് വേണം ഫീമെയിൽ ഗാമേറ്റ്സിന്റെ അടുത്ത് എത്താൻ. അപ്പൊ ഇതും ആംഫിബിയൻസിനെ പോലെ അവരുടെ ലൈഫ് സൈക്കിളിൽ വാട്ടറിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രയോഫൈറ്റ്സിനെ പ്ലാന്റ് വേൾഡിലെ ആംഫിബിയൻസ് ആണെന്ന് പറയാൻ കാരണം. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Bryophytes live on land but depend on water for reproduction. Their male gametes need to swim through water to reach the female gamete for fertilization. This dependence on water for a key part of their life cycle is similar to amphibians. Therefore, they are often referred to as the amphibians of the plant world. Question: what is the difference in body plan between a flatworm and a roundworm? ഫ്ലാറ്റ് വേമിന്റെയും റൗണ്ട് വേമിന്റെയും ബോഡി പ്ലാനിൽ വരുന്ന ഡിഫറൻസ് എന്താണ്? ഫ്ലാറ്റ് വേം വന്നിട്ട് ഫൈലം പ്ലാറ്റി ഹെൽമെന്തിസിൽ വരുന്നതാണ്. അപ്പൊ ഇതിലുള്ള ബോഡി പറയുന്നത് ടോപ്പ് മുതൽ ബോട്ടം വരെ ഫ്ലാറ്റൻഡ് ആണ്. പിന്നെ ഇതിന് ഒറ്റ ഓപ്പണിംഗിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് ഉള്ളത്. അതേസമയം റൗണ്ട് വേം വന്നിട്ട് ഫൈലം നെമറ്റോഡിൽ നിന്നും വരുന്നതാണ്. ഇതിന്റെ ബോഡി പറയുന്നത് സിലിണ്ടറിക്കൽ ആണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഡൈജസ്റ്റീവ് ട്രാക്കിൽ വന്നിട്ട് രണ്ട് ഓപ്പണിങ്സ് ആണ് ഉള്ളത്. ഒന്ന് മൗത്തും പിന്നെ ഒന്ന് ആനസും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. എ ഫ്ലാറ്റ് വേം ഫ്രം ഫൈലം പ്ലാറ്റി ഹെൽമെന്തിസ് ഹാസ് എ ബോഡി ദാറ്റ് ഈസ് ഫ്ലാറ്റൻഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം. They have a simple sac-like digestive system with only one opening. A roundworm from phylum Nematoda has a cylindrical body that is round in cross-section. They have a complete digestive tract with two openings, a mouth and an anus. Question: what is the difference between Urochordata and Cephalochordata? യൂറോകോർഡാറ്റയും സെഫാലോകോർഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പൊ യൂറോകോർഡാറ്റയും സെഫാലോകോർഡാറ്റയും വന്നിട്ട് ഫൈലം കോർഡാറ്റയുടെ സബ് ഫൈലാസ് ആണ്. യൂറോകോർഡാറ്റയിൽ വന്നിട്ട് ലാർവ സ്റ്റേജിൽ ടെയിൽസിൽ മാത്രമാണ് നോട്ടോകോഡ് നമുക്ക് കാണാൻ കഴിയുക. അതേസമയം സെഫാലോകോർഡാറ്റയിൽ വന്നിട്ട് നോട്ടോകോഡ് വന്നിട്ട് ഹെഡ് മുതൽ ടെയിൽ റീജിയൻ വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പൊ ഇത് വന്നിട്ട് എൻഡർ ലൈഫിൽ പെർസിസ്റ്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ബോത്ത് ആർ സബ്ഫൈല ഓഫ് ഫൈലം കോർഡാറ്റ. In Urochordata, the notochord is present only in the tail of the larva stage. In Cephalochordata, the notochord extends from the head to the tail region. In Cephalochordata, the notochord persists throughout their entire life. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: why is the phylum Arthropoda considered the most successful animal phylum? എന്തുകൊണ്ടാണ് ഫൈലം ആർത്രോപോഡയെ അനിമൽ ഫൈലത്തിലുള്ള മോസ്റ്റ് സക്സസ്ഫുൾ ആണെന്ന് പറയാൻ കാരണം? ആർത്രോപോഡ പറയുന്നത് ലാർജസ്റ്റ് ഫൈലം ആണ്. ഇതിനകത്ത് അറിയപ്പെട്ട എല്ലാ അനിമൽ സ്പീഷീസും കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വന്നിട്ട് ലാൻഡിലും സീയിലും എയറിലൊക്കെ അഡാപ്റ്റ് ചെയ്തിട്ട് ജീവിക്കുന്ന ഓർഗാനിസങ്ങളാണ്. അപ്പൊ ഇതിന്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് അവരുടെ പ്രൊട്ടക്റ്റീവ് എക്സോസ്കെൽട്ടനും അതുപോലെ തന്നെ പല മൂവ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള ജോയിന്റഡ് ലിംസും പിന്നെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സെൻസറി ഓർഗാൻസ് ഒക്കെയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Arthropoda is the largest phylum containing over 80% of all non-animal species. They have adapted to live in almost every habitat on Earth, including land, sea, and air. Their success is due to features like a protective exoskeleton, jointed limbs for varied movement, and well-developed sensory organs. Many have complex social behaviors and life cycles. Question: what is the ecological importance of fungi? ഫംഗൈയുടെ ecological importance എന്താണ്? ഫംഗൈ വന്നിട്ട് ഒരിക്കല് പ്ലാന്റ്സിന്റെ അണ്ടറിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിൻ്റെതായ ഒരു കിങ്ഡം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഫംഗൈക്ക് വന്നിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ എക്കോസിസ്റ്റത്തിലുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഡീകമ്പോസർ ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അതായത് ഡെഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റേഴ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പ്ലാന്റ്സിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അത് സോയിലോട്ട് ഇടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Fungi were once classified with plants but are now in their own kingdom. They play a crucial role as decomposers in ecosystem. They break down dead organic matter, recycling nutrients back into the soil. This makes the nutrients available for plants to use. Question: why are mammals considered the most advanced class of vertebrates? എന്തുകൊണ്ടാണ് മാമൽസിനെ അഡ്വാൻസ്ഡ് ക്ലാസ് ഓഫ് വെർട്ടിബ്രേറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഇപ്പം മാമൽസിന് ഹൈലി ഡെവലപ്ഡ് ബ്രെയിനും നെർവസ് സിസ്റ്റം ആണ് ഉള്ളത്. അതുമാത്രമല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ സർക്കുലേഷന് വേണ്ടിയിട്ട് 4 ചേമ്പേർഡ് ഹാർട്ടും മാമൽസിനുണ്ട്. പിന്നെ ഇത് വന്നിട്ട് അവർക്കൊരു ഹൈ മെറ്റബോളിക് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് മാമൽസിന് വന്നിട്ട് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പാരന്റൽ കെയർ ഉണ്ട്. അതായത് അവരുടെ യങ് വൺസിനെയൊക്കെ മിൽക്കൊക്കെ കൊടുത്ത് ഫീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Mammals have a highly developed brain and nervous system. They have a 4-chambered heart for efficient oxygen circulation, which supports a high metabolic rate. They exhibit extensive parental care, feeding their young with milk. These adaptations have allowed them to thrive in diverse environments across the globe. Question: what is the importance of having vascular tissues in plants? പ്ലാന്റ്സിലുള്ള വാസ്കുലർ ടിഷ്യൂസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇപ്പോൾ വാസ്കുലർ ടിഷ്യൂസ് ആയിട്ടുള്ള സൈലവും ഫ്ലോയും വന്നിട്ട് പ്ലാന്റ്സിനകത്ത് തന്നെ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ് ഫോം ചെയ്യുന്നത്. അതായത് സൈലം വന്നിട്ട് വാട്ടറും മിനറൽസ് ഒക്കെ റൂട്ട്സിൽ നിന്നും പ്ലാന്റ്സിന്റെ മറ്റു പാർട്ടിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഫ്ലോയം വന്നിട്ട് ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കിയിട്ടുള്ള ഫുഡൊക്കെ വന്നിട്ട് ലീവ്സിൽ നിന്നും മറ്റു പാർട്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. വാസ്കുലർ ടിഷ്യൂസ്, സൈലം ആൻഡ് ഫ്ലോയം form a transport system within the plant. Xylem transports water and minerals from the roots to the rest of the plant. Phloem transports food made during photosynthesis from the leaves to other parts. This system allows plants to grow tall and survive in drier land environments. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: how does an evolutionary tree help in classification? എങ്ങനെയാണ് ഒരു എവല്യൂഷണറി ട്രീ ക്ലാസിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നത്? എവല്യൂഷണറി ട്രീ എന്ന് പറയുന്നത് ഓർഗാനിസംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഷോ ചെയ്യുന്ന ഒരു ഡയഗ്രമാണ്. അപ്പോൾ ഇതിനകത്ത് കോമൺ ആൻസിസ്റ്റേഴ്സിന്റെ ബേസിസിലാണ് ഓർഗാനിസത്തിനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എവല്യൂഷണറി ട്രീ വന്നിട്ട് ക്ലാസിഫിക്കേഷൻ ഒന്നും കൂടി നാച്ചുറലും അതുപോലെ അക്യുറേറ്റും ആക്കി മാറ്റുന്നുണ്ട്. അതുമാത്രമല്ല സയന്റിസ്റ്റിനും ഈ എവല്യൂഷണറി ട്രീ വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം കാലം മാറുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഡിഫറെൻറ്റ് ട്രേഡ്സ് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നതെന്ന് സയന്റിസ്റ്റിന് എവല്യൂഷണറി ട്രീ നോക്കിയാൽ മനസ്സിലാവാൻ കഴിയും. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. An evolutionary tree shows the historical relationships between organisms. It groups organisms based on shared ancestry, not just physical similarities. This makes the classification more natural and accurate. It helps scientists understand how different traits evolved over time. Question: a crocodile is a reptile, but its heart is different from most other reptiles. Explain. ക്രൊക്കഡൈൽ എന്ന് പറയുന്നത് റെപ്റ്റൈൽ ആണ്, പക്ഷെ അതിന്റെ ഹാർട്ട് വന്നിട്ട് മറ്റ് റെപ്റ്റൈൽസിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. ഇതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ റെപ്റ്റൈൽസിനൊക്കെ വന്നിട്ട് 3 ചേമ്പേർഡ് ഹാർട്ടാണ് വരുന്നത്. പക്ഷെ ക്രൊക്കഡൈൽസിനും അലിഗേറ്റേഴ്സിനും വന്നിട്ട് 4 ചേമ്പേർഡ് ഹാർട്ടാണ് വരുന്നത്. ഇത് ബേർഡ്സിന്റെ അനിമൽസിനെ പോലെയാണ്. അതായത് അവർക്ക് 4 ചേമ്പേർഡ് ഹാർട്ടാണ്. അപ്പോൾ ഈ ഒരു 4 ചേമ്പേർഡ് ഹാർട്ട് ഫീച്ചർ വന്നിട്ട് ഓക്സിജനേറ്റഡും അതുപോലെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെയും എഫിഷ്യൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഞാൻ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. മോസ്റ്റ് റെപ്റ്റൈൽസ് ഹാവ് എ 3 ചേമ്പേർഡ് ഹാർട്ട്. However, crocodiles and alligators are an exception. They have a 4 chambered heart just like birds and mammals. This is a more advanced feature that allows for more efficient separation of oxygenated and deoxygenated blood.
Question: Why is DNA barcoding more accurate than traditional classification methods? എന്തുകൊണ്ടാണ് DNA barcoding മറ്റു ട്രഡീഷണൽ ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സിനെക്കാളും അക്യുറേറ്റ് ആണെന്ന് പറയാൻ കാരണം? ഇപ്പോൾ ട്രഡീഷണൽ മെത്തേഡ്സ് വന്നിട്ട് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. ഇപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിന് ഡിഫറെൻറ്റ് ലുക്സ് ആയിരിക്കും. അപ്പോൾ അത് അവിടെ തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അൺറിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിന് സിമിലർ ലുക്കുകളായിരിക്കും. പക്ഷേ DNA ബാർകോഡിംഗ് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ജെനറ്റിക് ലെവലിലാണ് അത് നോക്കുന്നത്. അതിന്റെ ബേസിസിലാണ് ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് കുറച്ചും കൂടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഡയറക്റ്റ് മെഷർമെന്റ് ആണ് നൽകുന്നത്. അതോടൊപ്പം ഇത് വന്നിട്ട് ലെസ് സബ്ജക്റ്റീവ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗ്ലോബലി ഷെയർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Traditional methods rely on physical characteristics which can be misleading. Some unrelated species may look similar, while some related species may look very different. DNA barcoding looks at the genetic level, which provides a more fundamental and direct measure of relatedness. It is less subjective and can be easily standardized and shared globally. Subscribe to this channel for more videos like this. Question: What are the key differences in reproduction between gymnosperms and angiosperms? ജിംനോസ്പേംസിന്റെയും ആൻജിയോസ്പേംസിന്റെയും റിപ്രൊഡക്ഷനിൽ വരുന്ന ഡിഫറൻസ് എന്താണ്? ഇപ്പൊ ജിംനോസ്പേംസിൽ വന്നിട്ട് റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ പറയുന്നത് കോൺസ് ആണ്. അത് ഫ്ലവേഴ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. അതേസമയം ആൻജിയോസ്പേംസിൽ വന്നിട്ട് റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ വന്നിട്ട് ഫ്ലവേഴ്സ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ജിംനോസ്പേമിന്റെ സീഡ്സ് നേക്കഡ് ആണ്. അതായത് ഇതൊരു ഫ്രൂട്ടിന്റെ അകത്ത് എൻക്ലോസ്ഡ് ആയിരിക്കില്ല. അതേസമയം ആൻജിയോസ്പേമിന്റെ സീഡ്സ് വന്നിട്ട് ഒരു ഫ്രൂട്ടിന്റെ അകത്ത് പ്രൊട്ടക്റ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. In gymnosperms, the reproductive structures are usually cones and they do not produce flowers. In angiosperms, the reproductive structures are found within flowers. Gymnosperm seeds are naked and not enclosed in a fruit. Angiosperm seeds are protected inside a fruit which develops from the ovary of the flower. Question: What is the significance of a segmented body in annelids? Annelidsiലുള്ള segmented bodyയുടെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇപ്പൊ സെഗ്മെന്റേഷൻ വന്നിട്ട് കൂടുതൽ കോംപ്ലക്സ് മൂവ്മെന്റ്സും അതുപോലെ തന്നെ ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റിയും ആണ് നൽകുന്നത്. ഇപ്പോൾ ഓരോ സെഗ്മെന്റും ഇൻഡിപെൻഡന്റ് ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല ഡിഫറെന്റ് സെഗ്മെന്റ്സിന് ഡിഫറെന്റ് ഫങ്ഷൻസിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്യാനും പറ്റുന്നു. അപ്പൊ ഇതൊക്കെയാണ് അനലിഡ്സിൽ സെഗ്മെന്റഡ് ബോഡി കൊണ്ടുള്ള സിഗ്നിഫിക്കൻസ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Segmentation allows for greater flexibility and more complex movements. Each segment can be often moved independently. It also allows for specialization of body regions where different segments can be modified for different functions. This body plan has been very successful in evolution. Question: What are the characteristics of kingdom Protista? Kingdom Protistയുടെ characteristics എന്തൊക്കെയാണ്? ഇപ്പൊ പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നത് യുകാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ ഒരു ഡൈവേഴ്സ് കിങ്ഡം ആണ്. അപ്പൊ ഇതിനകത്ത് സിംഗിൾ സെൽഡും അതുപോലെ തന്നെ ചിലത് മൾട്ടി സെല്ലാറും കൂടിയാണ്. അപ്പൊ ഇത് അനിമൽ ലൈക്കോ ആണ്, പ്ലാൻ ലൈക്കോ ആണ്, ഫംഗസ് ലൈക്കോ ആണ്. അതായത് അനിമൽ ലൈക്ക് പറയുന്നത് പ്രോട്ടോസോവ പോലെയുള്ളത്, ആൽഗെ പോലെയുള്ളതാണ് പ്ലാൻ ലൈക്ക്, അതുപോലെ തന്നെ സ്ലൈമോൾസ് പോലെയുള്ളതാണ് ഫംഗസ് ലൈക്ക്. അപ്പൊ ഈ യുകാരിയോട്സ് വന്നിട്ട് മറ്റ് കിങ്ഡംസിനൊന്നും ഫിറ്റ് ചെയ്യാത്തത് കൊണ്ട് ഇതിനെ കാച്ച് ഓൾ കിങ്ഡം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Protista is a very diverse kingdom of eukaryotic organisms. Most are single-celled, but some are multicellular, like algae. They can be animal-like, that is protozoa, plant-like, that is algae, or fungus-like, that is slime molds. It is often called a catch-all kingdom for eukaryotes that don't fit into the other kingdoms. Question: Explain why a dolphin is a mammal and not a fish. Dolphin പറയുന്നത് ഒരു മാമൽ ആണ്, ഫിഷ് അല്ല. ഇതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പൊ ഡോൾഫിന് വെള്ളത്തിലാണ് ജീവിക്കുന്നതെങ്കിലും അവർക്ക് ബോഡി ഷേപ്പ് വന്നിട്ട് ഫിഷ് പോലെയാണെങ്കിലും അത് മാമൽസ് ആണ്. കാരണം അവർ വന്നിട്ട് ലങ്സിലൂടെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. മറ്റു ഫിഷുകളിനെ പോലെ ഗിൽസ് ഒന്നുമില്ല. പിന്നെ വാം ബ്ലഡഡ് ആണ്. അതോടൊപ്പം ഡോൾഫിൻസ് വന്നിട്ട് യങ് വൺസിന് ബർത്ത് നൽകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Although dolphins live in water and have a fish-like body shape, they are mammals.
They breathe air with lungs, not gills like fish. They are warm-blooded. Most importantly, they give birth to live young and feed them with milk from mammary glands. Question: What happens when a new species is discovered and confirmed? ഒരു പുതിയ സ്പീഷീസ് ഡിസ്കവർ ചെയ്യുകയും കൺഫേം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു പുതിയ സ്പീഷീസിനെ കൺഫേം ചെയ്തു കഴിഞ്ഞാൽ, അതായത് മോർഫോളജിക്കൽ കൂടിയോ അല്ലെങ്കിൽ ജനറ്റിക്കൽ അനാലിസിസിലോട് കൂടിയ ഒരു പുതിയ സ്പീഷീസിനെ കൺഫേം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഫൈൻഡിങ്സ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഡിസ്കവറി വന്നിട്ട് ഇന്റർനാഷണൽ സയന്റിഫിക് ജേർണലിൽ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ ഗ്ലോബൽ സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് റിവ്യൂ ചെയ്യാനും യൂസ് ചെയ്യാനും അവൈലബിൾ ആയിരിക്കും. ഈ ഒരു ന്യൂ സ്പീഷീസിന് ഇന്റർനാഷണൽ റൂൾസ് പ്രകാരം പുതിയൊരു ഫോർമൽ സയന്റിഫിക് നെയിമും കൊടുക്കും. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Once a new species is confirmed through morphological and genetic analysis, the finding must be published. The discovery is described in a recognized international scientific journal. This makes the information available to the global scientific community for review and use. The new species is given a formal scientific name according to international rules. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.